ഹലോ, എൻ്റെ പേര് മുർഷിദ ഷാന. ഞാനിവിടെ കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശിനിയാണ്. അപ്പോൾ ഇരു കൈകൾ കൊണ്ട് ഒരേ സമയത്ത് ചിത്രം വരയ്ക്കുന്നതിന് 8ഓളം റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകളും ഒക്കെ നേടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വലിയൊരു ആർട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ സൂര്യൻ്റെ ഒരു 44 മൂവി അടങ്ങുന്ന ഒരു പിക്ചർ ഒരു 7 അവറോളം എടുത്തിട്ട് 2 കൈ കൊണ്ട് ഒരേ സമയം വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ റെക്കോർഡ് എൻ്റെ കുറച്ച് അടിയിലായിട്ട് ചെയ്തൊരു വർക്കാണിത്. 20 കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ബിഗ് ബോസിൽ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്നത് അവരാണല്ലോ എല്ലായിടത്തും. അപ്പോൾ അവരെ വെച്ചിട്ട് ചെയ്തൊരു വർക്കാണ് ഇത്. നല്ല ക്ലിക്കായി ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സ്പോട്ടിൽ തന്നെ അവരെല്ലാവരും ഇതിൽ വരച്ച എല്ലാവരും കമൻറ്റും മെൻഷനും ഷെയറൊക്കെ ചെയ്തു. ഇപ്പോൾ 2 മില്യണോളം റീച്ച് വിത്തിൻ 2 days ആയിട്ടുണ്ട്. ഒരുപാട് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഹാപ്പിയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 hours എടുത്തിട്ട് 2 കൈകൾ കൊണ്ട് ഒരേ സമയം വരച്ച ഒരു പിക്ചറാണ്. നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് അബ്ദുൽ റഹീമിൻ്റെയും ഉമ്മൻ്റെയും ഫോട്ടോ ആണ്. 2 കൈകൾ കൊണ്ട് ഒരേ സമയം ഈ ചിത്രം വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചത് റഹീംഖനെയും അവരുടെ ഉമ്മനെയാണ്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വരയ്ക്കും. സിംഗിളായിട്ട് ഒരു ഫോട്ടോ ആണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ വരയ്ക്കും. 2 ആകുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വരയ്ക്കും. ഫസ്റ്റായിട്ട് ഞാൻ വരച്ചത് സൂര്യനാണ്. സൂര്യൻ്റെ ഒരു 5 ഫിലിമിലെ 5 ക്യാരക്ടർ ഒരുമിച്ച് വരയ്ക്കുകയാണ് ചെയ്തത്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായി. ഇന്ത്യൻ റെക്കോർഡ്, ഇൻ്റർനാഷണൽ, വജ്ര, വേൾഡ് വൈഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. 8ഓളം റെക്കോർഡ് ആ ഒരു വരച്ച ചിത്രത്തിനാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ അനികനെയാണ് വരച്ചത്. അനിക സുരേന്ദ്രൻ. അവരെന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരെ ഞാൻ വരച്ചിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒരുപാട്, ഹിന്ദി ആണെങ്കിലും ഷാറുഖ് ഖാൻ, അങ്ങനെയുള്ള ആലിയ ഭട്ട്, അങ്ങനെ ഒരുപാട് പേരെ വരച്ചിട്ടുണ്ട്. തമിഴിലാണെങ്കിൽ സൂര്യ, വിജയ്. സൂര്യ ഫസ്റ്റായിട്ട് ഞാൻ വരച്ചത് എനിക്ക് ഭയങ്കര ക്ലിക്കാവാൻ കാരണം സൂര്യ അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. വാവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ട്. അന്നാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് എൻ്റെത് എല്ലാവരിലേക്കും റീച്ച് ആവാനും ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ട്രൈ ചെയ്തത് സൂര്യൻ്റെ ഫോട്ടോ ആണ്. എനിക്കിപ്പോഴും ഈ ഒരു ഫോട്ടോ സൂര്യ കണ്ടിട്ടുണ്ട്, നേരിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഏറ്റവും വലിയൊരു ഡ്രീമാണ് സൂര്യനെ നേരിട്ട് കണ്ടിട്ട് ഞാൻ വരച്ച പിക്ചർ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളത്. ഇതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു വലിയൊരു ആർട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറാണ് സൂര്യ സാർ. അതുകൊണ്ട് ഈ ഒരു പിക്ചറിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇത് ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തതും. ഫസ്റ്റ് ഫിലിം മുതൽ അന്ന് ഞാൻ വരച്ചത് വരെയുള്ള ലാസ്റ്റ് ഫിലിം വരെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തു. അതാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ഒരു 7 മണിക്കൂറോളം എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചൊരു ഫോട്ടോ ആണ്. ഒറ്റ ദിവസം കൊണ്ട് 7 hours കംപ്ലീറ്റ് നിന്ന് വരച്ചൊരു പിക്ചറാണ്. പിന്നെ അതിൻ്റേതായിട്ടുള്ള അപ്രിസിയേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സൂര്യൻ്റെ മാനേജറും അവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാൻ പേജസ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലും ചെന്നൈയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു റീല് നല്ലോണം ക്ലിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് മമ്മൂക്കനെയും ലാലേട്ടൻ്റെയും ഫോട്ടോ ആണ്. 2 കൈ കൊണ്ട് ഒരേ സമയമാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റ് കൊണ്ടാണ് ഇവർ 2 പേരും
ഇരുകൈകൾ കൊണ്ട് അതേസമയം വരച്ചത്. ഞാൻ ചെറുപ്പം തൊട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ അബാക്കസിൻ്റെ ബുക്ക്, അങ്ങനത്തെ ബുക്കിലൊക്കെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ പണ്ട് മുതൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതിയിട്ട് ടീച്ചറൊക്കെ പറയും എല്ലാവരും കാണും നല്ല ഭംഗിയുണ്ട്, ലെഫ്റ്റ് കൊണ്ട് എഴുതണ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ പോർട്രേറ്റ് ഒക്കെ ലെഫ്റ്റ് കൊണ്ട് വരച്ച് ട്രൈ ചെയ്തത്. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തത് സൂര്യ സാറിൻ്റെതാണ്. അതിൽ തന്നെ എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നീട് ഒരുപാട് പേരെ വരച്ചു. ഒരുപാട് പേരെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി. അവർക്കൊക്കെ അത് കൊടുത്തു, വരച്ച ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തു. ഈ 2 കൈ കൊണ്ട് ഒരേ സമയം വരയ്ക്കാന്നുള്ളത് ഒരു ഐഡിയ എങ്ങനെയാ വന്നത്? അത് ഞാൻ കുറേ പേര് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ 2 കൈ 2 കാലൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരതോ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും ചെയ്യാലോ എന്ന് തോന്നി ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാൻ ഫസ്റ്റായിട്ട് വരച്ചിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ വരച്ചിട്ടതാണ്. അത് മെയിൻലി സൂര്യ സാർ തന്നെ അത് സ്റ്റോറി ഇട്ട് വാവെന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിപ്പോയി. ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട്, അപ്പോ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കലുണ്ട്. അപ്പോ ഇത്രയും ഇങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വരക്കുന്നുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത് മോളെ പറ്റി? ഉയരത്തിലെത്താൻ തോന്നുന്നുണ്ട്, വരച്ചാണ് ഉയരത്തിലെത്തണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കലുണ്ട്, ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട്. ഞാൻ ഓക്കെ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഞാൻ തന്നെ കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുക്കല്. ആദ്യം തന്നെ ഞാനോളും കൂടി പോയിട്ട് തന്നെ എല്ലാ സാധനവും വാങ്ങുക. പിന്നെ എല്ലാ വിധത്തിലും ഓളെ ഞാൻ സഹായിക്കും എല്ലാം ചെയ്യാൻ. ഐഡിയകളൊക്കെ ഞാനാണ് പറഞ്ഞത്. എവിടെയാണ് ഒട്ടിക്ക് വരച്ച് വെക്കാൻ, എവിടെ നല്ല സ്ഥലം ഒക്കെ പറഞ്ഞു വരയ്ക്കുമ്പോ എനിക്ക് കൈയടി ഒന്ന് കളറൊക്കെ കൊടുത്ത് റെഡിയാക്കി തരും. കഴിവോളിങ്ങനെ ആദ്യം ഓള് സ്കൂളിലൊക്കെ എല്ലാം വരയ്ക്കലുണ്ടേനി. പിന്നെ ഞങ്ങൾ ഓക്ക് ഇങ്ങനെ ഒരു വരച്ചെടുക്കണം എന്നുള്ളൊരു ഇതേനി. ആളുകളൊക്കെ വരച്ചിട്ട് അങ്ങനെ ഓളന്നെ ഒറ്റക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടതാണ്. കൊറേ ചെയ്തേന്. ആദ്യമൊന്നും ശരിയാവില്ല. അപ്പൊ കുറച്ച് വരച്ചിട്ട് ഇങ്ങനെ ചോദിക്കും ശരിയായോന്ന്. അപ്പൊ ഞാൻ പറയാം അതൊക്കെ ആദ്യം കുറച്ചൊക്കെ ശരിയായി. പിന്നെ അങ്ങനെ പിന്നെ വരച്ച് അങ്ങനെ ഓളന്നെ വരച്ചെടുത്താണ്. എനിക്കിപ്പോ എനിക്ക് വലിയൊരു ആഗ്രഹമുള്ളത് സൂര്യനെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് അത്രയും വലിയൊരു ഡ്രീമാണ്. എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പം അതിനുവേണ്ടി ചെയ്തൊരു വർക്കാണത്. കാണുന്നുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പിന്നെ മമ്മൂക്കനെ ലാലേട്ടനൊക്കെ കാണുന്നത് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. അതുപോലെ തന്നെ എനിക്കും ആ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഓർഡർ എടുക്കലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരുപാട് പെയ്ഡ് വർക്ക്സ് വരലുണ്ട്. അതിൽ എനിക്ക് തന്നെ ഞാൻ തന്നെ സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാനായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ എമൗണ്ടിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വാങ്ങുന്നുമുണ്ട്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് വീട്ടുകാരോട് ചോദിക്കാതെ എൻ്റെ എമൗണ്ട് എടുത്തിട്ട് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് കാരണം ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി ഇതൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് 3 years 4 years ആവുന്നുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ നല്ലൊരു ഇതിൽ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്.